ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നത്തെ വീഡിയോ നമ്മൾ പാർട്സ് ഓഫ് സ്പീച്ചിനെ കുറിച്ചാണ് പറയാൻ പോകുന്നത്. ഇത് ഇംഗ്ലീഷ് ഗ്രാമറിലെ ഒരു മെയിൻ സംഭവമാണ് കേട്ടത്. ഇത് നമുക്ക് സിമ്പിളായിട്ട് പഠിക്കാം. ഇതിൽ ഒരുപാടൊന്നും പറയുന്നില്ല, ഞാൻ ഇത്തിരി ഭാഗങ്ങളെ പറയുന്നുള്ളൂ. കാരണം ഞാൻ കൂടുതൽ പറഞ്ഞാൽ ആരും അത് പഠിക്കൂല, ചുമ്മാ കേട്ടിട്ട് പോവുള്ളൂ. അതുകൊണ്ടാണ് ഇതിൻ്റെ ബാക്കി ഭാഗങ്ങൾ ഞാൻ പാർട്ടായിട്ട് ഇങ്ങനെ അപ്ലോഡ് ചെയ്യാം കേട്ടോ, ഇൻഷാ അല്ലാ. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ വാക്കുകൾ കൊണ്ടാണ് നമ്മൾ എന്തുണ്ടാക്കുന്നത്, വാക്യങ്ങളും വാചകങ്ങളൊക്കെ ഉണ്ടാക്കുന്നത്. ഇതിൽ തന്നെ ഈ ഒരു വാക്കുകളുടെ സ്വഭാവത്തെയും ധർമ്മത്തെയൊക്കെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് ഈ വാക്കുകളെ നമുക്ക് 8ആയിട്ട് തരംതിരിക്കാൻ സാധിക്കും. ഒന്നാമത്തത് നൗണ്, 2 പ്രോനൗൺ, 3 അഡ്ജക്റ്റീവ്, 4 വെർബ്, 5 ആഡ്വർബ്, 6 പ്രിപ്പോസിഷൻ, 7 കൺജങ്ഷൻ, 8 ഇൻ്റർജങ്ഷൻ. അപ്പോൾ നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത് ഇതിലെ ആദ്യത്തെ ഒന്നായിട്ടുള്ള നൗണിനെ കുറിച്ചാണ്. ഇത് ഭയങ്കര സിമ്പിളാണ്. നൗൺ എന്ന് പറഞ്ഞാൽ മലയാളത്തിൽ നാമം എന്നാണ് നമ്മൾ പറയുക. ഒരു വ്യക്തിയുടെയോ വസ്തുവിൻ്റെയോ സ്ഥലം ഇതിൻ്റെയൊക്കെ എന്തിൻ്റെങ്കിലൊക്കെ ഒരു പേരിനെയാണ് നമ്മൾ നൗൺ എന്ന് പറയുന്നത്. ഓക്കെ, എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ജോസ്, പെൻ, മലപ്പുറം, ഇതൊക്കെ നൗണിന് എക്സാമ്പിളാണ്. ജോസ് എന്ന് പറയുന്നത് ഒരു വ്യക്തിയുടെ പേരാണ്. അതുപോലെ പെൻ എന്ന് പറയുന്നത് ഒരു വസ്തുവിൻ്റെ പേരാണ്. മലപ്പുറം എന്നുള്ളത് ഒരു സ്ഥലത്തിൻ്റെ പേരാണ്. അപ്പോൾ വ്യക്തിയുടെയോ വസ്തുവിൻ്റെയോ സ്ഥലത്തിൻ്റെയോ എന്തിനെങ്കിലൊക്കെ ഒരു പേരിനാണ് നമ്മൾ എന്ത് പറയുന്നത്, നൗൺ എന്ന് പറയുന്നത്. ഇനി ഈ നൗണിനെ നമുക്ക് 2ആയിട്ട് തരംതിരിക്കാൻ പറ്റും. എന്തൊക്കെയാണത്? ഫസ്റ്റ് വൺ കോൺക്രീറ്റ് നൗൺ, സെക്കൻഡ് വൺ അബ്സ്ട്രാക്റ്റ് നൗൺ. നമുക്ക് കാണാനും തൊടാനൊക്കെ കഴിയുന്ന നാമങ്ങളെയാണ് നമ്മൾ എന്ത് പറയുന്നത്, കോൺക്രീറ്റ് നൗൺ എന്ന് പറയുന്നത്. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ടേബിൾ, ട്രീ, ചെയർ. ഈ 3 സാധനവും നമുക്ക് കാണാനും കഴിയും, തൊടാനും കഴിയും. അപ്പോൾ ഇതൊക്കെ എന്താണ്, കോൺക്രീറ്റ് നൗണിന് ഉദാഹരണമാണ്. നെക്സ്റ്റ് അബ്സ്ട്രാക്റ്റ് നൗൺ. അതോ തൊടാനോ കാണാനോ സാധിക്കാത്ത നാമങ്ങളെയാണ് നമ്മൾ എന്ത് പറയുന്നത്, അബ്സ്ട്രാക്റ്റ് നൗൺ. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ലവ്, പ്ലഷർ, ബ്യൂട്ടി. ലവ് എന്ന് പറയുമ്പോൾ സ്നേഹം, പ്ലഷർ എന്നാൽ സന്തോഷം, ബ്യൂട്ടി സൗന്ദര്യം. ഇതൊക്കെ നമുക്ക് എന്താണ്, തൊടാനോ കാണാനോ ഒന്നും സാധിക്കില്ല. ഇങ്ങനെയുള്ള നാമങ്ങളെയാണ് നമ്മൾ അബ്സ്ട്രാക്റ്റ് നൗൺ എന്ന് പറയുന്നത്. ഇനി ഈ കോൺക്രീറ്റ് നൗണിനെ നമുക്ക് വീണ്ടും 4ആയിട്ട് തരംതിരിക്കാൻ കഴിയും. അതേതൊക്കെയാണ്? ഒന്നാമത്തത് പ്രോപ്പർ നൗൺ, രണ്ടാമത്തത് കോമൺ നൗൺ, 3 കളക്റ്റീവ് നൗൺ, 4 മെറ്റീരിയൽ നൗൺ. ഇതിൽ പ്രോപ്പർ നൗൺ എന്താണെന്ന് നോക്കാം. ഒരു വ്യക്തിയുടെയോ സ്ഥലത്തിൻ്റെയോ വസ്തുവിൻ്റെയൊക്കെ പേരിനാണ് നമ്മൾ എന്ത് പറയുന്നത്, പ്രോപ്പർ നൗൺ എന്ന് പറയുന്നത്. ഇനി കുറച്ച് എക്സാമ്പിൾസ് നോക്കാം. ജോസഫ്, ഇന്ത്യ, ഹൗസ്, ഇതൊക്കെ പ്രോപ്പർ നൗണിന് എക്സാമ്പിൾസാണ്. പിന്നെ ഈ ഒരു പ്രോപ്പർ നൗൺ ആരംഭിക്കുക വലിയ അക്ഷരത്തിലാണ് കേട്ടോ, ക്യാപിറ്റൽ ലെറ്ററിലാണ് ഇത് സ്റ്റാർട്ട് ചെയ്യുക. ഇനി അടുത്തതായിട്ട് കോമൺ നൗൺ എന്താണെന്ന് നോക്കാം. ഏതെങ്കിലും ഒരു പ്രത്യേക വിഭാഗത്തിൽപ്പെട്ട വ്യക്തികളുടെയോ സ്ഥലങ്ങളുടെയോ വസ്തുക്കളുടെയൊക്കെ പേരിനാണ് നമ്മൾ എന്ത് പറയുന്നത്, കോമൺ നൗൺ എന്ന് പറയുന്നത്. എക്സാമ്പിൾ കിങ്, റിലേറ്റീവ്, സിസ്റ്റർ, എക്സെട്ര. ഇനി മൂന്നാമതായി വരുന്നത് കളക്റ്റീവ് നൗൺ ആണ്. ഇതെന്താണെന്ന് വെച്ചാൽ ഒരു കൂട്ടം വ്യക്തികളെയോ വസ്തുക്കളെയോ സൂചിപ്പിക്കുന്ന നൗണിനാണ് നമ്മൾ കളക്റ്റീവ് നൗൺ എന്ന് പറയുന്നത്. അതിൻ്റെ എക്സാമ്പിൾസ് നോക്കാം. ക്രൗഡ് ആൾക്കൂട്ടം, ഫാമിലി കുടുംബം, ആർമി സൈന്യം ഒക്കെയാണ് ഇതിൻ്റെ എക്സാമ്പിൾസ്. ഇത് ഭയങ്കര സിമ്പിളല്ലേ. ഇനി ഫോർത്ത് വൺ വരുന്നത് മെറ്റീരിയൽ നൗൺ. ഇത് പദാർത്ഥങ്ങളെ സൂചിപ്പിക്കുന്ന നൗണിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, മെറ്റീരിയൽ നൗൺ എന്ന് പറയുന്നത്. ഇതിന് എക്സാമ്പിൾസ് നോക്കുകയാണെങ്കിൽ ഗോൾഡ്, വാട്ടർ, പേപ്പർ, ഇതൊക്കെ അതിന് ഉദാഹരണങ്ങളാണ്. നൗണിനെ നമുക്ക് 2ആയി തരംതിരിക്കാൻ പറ്റും. ഏതൊക്കെയാണത്? കൗണ്ടബിൾ നൗൺസ് ആൻഡ് അൺകൗണ്ടബിൾ നൗൺസ്.
കൗണ്ടബിൾ എന്ന് പറഞ്ഞാൽ എണ്ണാവുന്നവ, അൺകൗണ്ടബിൾ എന്ന് പറഞ്ഞാലോ എണ്ണാൻ കഴിയാത്തവ. അങ്ങനെ രണ്ടായിട്ട് തരംതിരിക്കാൻ പറ്റും. കൗണ്ടബിളിന് എക്സാമ്പിൾസ് നോക്കുകയാണെങ്കിൽ മാൻ, ആനിമൽ, കപ്പ്, ബാഗ്, പെൻ, ഹൗസ്, അംബർല, ഇതൊക്കെ നമുക്ക് എണ്ണാൻ കഴിയുന്ന സാധനങ്ങളാണല്ലേ. അതുകൊണ്ടാണ് ഇത് കൗണ്ടബിൾ നൗൺസിന് എക്സാമ്പിൾസ് ആയത്. നെക്സ്റ്റ് നമുക്ക് അൺകൗണ്ടബിൾ നൗൺസിന് കുറച്ച് എക്സാമ്പിൾസ് നോക്കാം. മിൽക്ക്, ഷുഗർ, ഇങ്ക്, ഗോൾഡ്, കോഫി, വാട്ടർ, ഓയിൽ, സോയിൽ, ഇതൊക്കെ അൺകൗണ്ടബിൾ നൗൺസിന് എക്സാമ്പിൾസ് ആണ്. കാരണം ഇതൊന്നും നമുക്ക് എണ്ണി നോക്കാൻ കഴിയാത്ത കാര്യങ്ങളാണല്ലോ. അതുകൊണ്ടാണ് ഇത് അൺകൗണ്ടബിൾ നൗൺസ് ആയത്. അതുപോലെ തന്നെ ഈ കൗണ്ടബിൾ നൗൺസിനോട് കൂടെ നമുക്ക് എ അതുപോലെ എൻ എന്നീ ആർട്ടിക്കിൾസ് ഉപയോഗിക്കാൻ സാധിക്കും. എക്സാമ്പിൾ എ കപ്പ്, ആൻ അംബർല, അതുപോലെയൊക്കെ. കൗണ്ടബിൾ നൗൺസിന് ബഹുവചനമുണ്ട്. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ബാഗ്സ്, അംബർലാസ്, ബാഗ്സ് എന്നാൽ ബാഗുകൾ എന്നായി, അംബർലാസ് എന്ന് പറയുമ്പോൾ കുടകൾ എന്നായി. ഇതുപോലെ ബഹുവചനമുണ്ട്. അൺകൗണ്ടബിൾ നൗൺസ് നോക്കുകയാണെങ്കിൽ അതിന് നമുക്ക് ബഹുവചനമില്ല. അതിൻ്റെ കൂടെ നമുക്ക് എ അതുപോലെ ആൻ എന്നിവ ഉപയോഗിക്കാൻ സാധിക്കുകയുമില്ല. ഇനി ഇതിൽ ഒരു അളവ് പറയേണ്ടി വരുമ്പോൾ നമ്മൾ എങ്ങനെയാണ് പറയുന്നതെന്ന് നോക്കാം. എ കപ്പ് ഓഫ് മിൽക്ക്, 2 ബൗൾസ് ഓഫ് ഷുഗർ, 3 ഗ്ലാസസ് ഓഫ് കോഫി, ഇങ്ങനെയൊക്കെയാണ് നമ്മൾ അത് പറയുന്നത്. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്നത്തെ വീഡിയോ. ഇതിൻ്റെ ബാക്കി നമ്മൾ പാർട്ടായിട്ട് അപ്ലോഡ് ചെയ്യുന്നതാണ് കേട്ടോ. പിന്നെ ഈ ഒരു വീഡിയോയിൽ എൻ്റെ സൗണ്ട് കുറച്ച് പ്രശ്നമാണ്, കാരണം എനിക്ക് ജലദോഷമുണ്ട്. സോ അതൊന്നും ആരും മൈൻഡ് ചെയ്യേണ്ട. നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുൾ ആയെങ്കിൽ മറക്കാതെ തന്നെ കമൻറ്റ് ചെയ്യുക യൂസ്ഫുൾ ആയി എന്നുള്ളത്. അതുപോലെ തന്നെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരെക്കും ബൈ.